ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് കേരളത്തിൽ പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മട്ടന്നൂരാണ് കേരളത്തിലെ പഴശ്ശി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26 തീയതിയാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത്. നെക്സ്റ്റ്, വയനാട് ജില്ല രൂപം കൊണ്ട വർഷം ഏതാണ്? 1980. 1980 വയനാട് ജില്ല രൂപം കൊണ്ടത്. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഫ്രാൻസിയം. നെക്സ്റ്റ്, ലേസർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഏതാണ്? തിയോഡർ മെയ്മാൻ ആണ് ലേസർ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ്, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നത്? മൗലിക അവകാശങ്ങൾ. പാർട്ട് 3 സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യ ഭരണഘടനയുടെ ഏത് വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. നെക്സ്റ്റ്, ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്ത വൈസ്രോയ് ആരാണ്? കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്ത വൈസ്രോയ് കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം ആരാണ് കൊണ്ടുവന്നത്? ഡൽഹൌസിയാണ്. പക്ഷെ നിരോധിച്ചതാരാണ്? റദ്ദ് ചെയ്തതാരാണ്? ദത്താവകാശ നിരോധന നിയമം റദ്ദ് ചെയ്ത വൈസ്രോയ് കാനിങ് പ്രഭു. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 368. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതുമാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 368. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956 നവംബർ 1. നമുക്ക് എല്ലാവർക്കും അറിയാം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം എന്താണ്? പ്ലവക്ഷമ ബലം കൊണ്ടാണ് ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിന് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പേര്? ഇന്ത്യയുടെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചേരിചേരാ നയം എന്നാണ് ഇന്ത്യയുടെ വിദേശ നയം അറിയപ്പെടുന്നത്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ട. സൈലന്റ് വാലി ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതെന്ന് 1985 സൈലന്റ് വാലി ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഒഡീഷ. സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അഴിമതി തടയുന്നതിനുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം 1964. അഴിമതി തടയുന്നതിനായുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ടത്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക വാർത്താ പദ്ധതി. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക വാർത്താ പദ്ധതി. അസമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം അറിയപ്പെടുന്നത് സാത്രിയ. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988. 1988 ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത്.
പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. പാലക്കാടാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ ആത്മകഥയാണ്? ജേക്കബ് തോമസ്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ ആത്മകഥയാണ്? ജേക്കബ് തോമസ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം. പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ ഏതാണ്? എടത്വ. എടത്വ പെരുന്നാളാണ് പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതി ഏതാണ്? ഏതൊക്കെ തന്നിട്ടുണ്ട്? ജീവകാരുണ്യ പഞ്ചകം തന്നിട്ടുണ്ട്, ജാതി ലക്ഷണം തന്നിട്ടുണ്ട്, വേദാധികാര നിരൂപണം തന്നിട്ടുണ്ട്, ജാതി കുമ്മി തന്നിട്ടുണ്ട്. അപ്പം അതിൽ വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതി. ഏതാണ്? വേദാധികാര നിരൂപണം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപ്പേരൂർ. ഇരവിപ്പേരൂർ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. എറണാകുളമാണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം. എൻ്റെ ജീവിതകഥ എന്നത് ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. എൻ്റെ ജീവിതകഥ AK ഗോപാലൻ്റെ ആത്മകഥയാണ്. റിക്കറ്റ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? എല്ലുകൾ. എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ്. റിക്കറ്റ്സിനെ പറ്റി മിക്കവാറും PSC എക്സാമിന് ചോദിക്കുന്നതാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം. സെറിബ്രോ ആണ് മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗം. നെക്സ്റ്റ്, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? JJ തോംസൺ. JJ തോംസൺ ആണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക കണ്ടെത്തിയത്. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.